ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേക്ക്സിനും അതേപോലെ മൊയ്റ്റോസിനും ഫലൂദയ്ക്കും ഒക്കെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ കിവി ക്രഷ് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഫ്രഷ് ആയിട്ടുള്ള കിവി എന്നാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ കിവി ക്രഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കിവി മേടിച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് കിവി ആട്ടോ ഞാൻ മേടിച്ചത്. റിലയൻസ് മാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. കുറച്ച് പ്രൈസി ആണെങ്കിലും നമ്മൾ ഈ ഫ്രഷ് കിവിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റിൽ മേടിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റിലുള്ള 3 ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നുള്ള ഒരെണ്ണം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് എടുക്കണം. ഒരു മണിക്കൂറൊക്കെ. 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡർ ജാറിങ് എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ് ഇടുന്നത് കേട്ടോ. പൊടിച്ച പഞ്ചസാര വേണമെന്നൊന്നും നിർബന്ധമില്ല. 1/2 കപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ തണുപ്പിച്ച് വെച്ച കിവി പീസസ് എല്ലാം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ സൂക്ഷിക്കുക, ഇതെല്ലാം ഒറ്റ ഇതിൽ പോകും. പക്ഷെ നമ്മളൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഈ മിക്സിങ് വെളിയിൽ വെച്ച് തന്നെ ചെയ്യാം, പക്ഷെ വേണമെന്നില്ല കേട്ടോ. എല്ലാം അതിൽ തന്നെ കൊള്ളുകയും ചെയ്യും. നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഷോട്ട് എങ്ങനെയോ പോയി കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കിവിയുടെ പൾപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ വെള്ളം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് എന്ന് പറയും ഈ ഒരു മിക്സ്. ഇനി നമുക്കിത് ഒരു സോസ് പാൻ അടുപ്പിൽ വെക്കാം. ആൻഡ് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് ഷുഗർ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം പാൻ ഒത്തിരി ചൂടാവാൻ വേണ്ടി കാത്തിരിക്കേണ്ട. അപ്പോൾ ഇത് കരിഞ്ഞു പോവും. പ്രത്യേകിച്ച് സ്റ്റീലും കൂടെ ആകുമ്പോൾ നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അലുമിനിയോ എടുക്കുന്നതാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം 4 കിവി എടുത്തതിന് 1 കപ്പ് പഞ്ചസാര, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോഴേ ആ മധുരം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അയ്യോ ഒത്തിരി മധുരമാണല്ലോ എന്ന് തോന്നരുത് കേട്ടോ. ഈ ഒരു റേഷ്യോ ഇങ്ങനെ എടുത്താലാണ് ആ ഒരു മധുരം കറക്റ്റ് പാകത്തിന് വരിക. നമുക്ക് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന പോലെ തോന്നും, ഒന്ന് വാടി ഒക്കെ വരുന്ന പോലെ തോന്നും. അപ്പം നന്നായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറും. എന്നാലും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഹൈ ഫ്ലെയിമിലേക്ക് പോകണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ബബിൾ. നമുക്കൊന്ന് ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ അല്ല, ഫുഡ് കളർ വേണം. എന്നാലും ഈ ഒരു കിവി ക്രഷിനൊരു ഭംഗി ഉണ്ടാവും. കിവിയുടെ ആ നാച്ചുറൽ കളർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സാപ്പ് ഗ്രീനാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഡെസേർട്സിനൊക്കെ ഉപയോഗിച്ചാൽ അത്ര അട്രാക്റ്റീവായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ ബേക്കേഴ്സിൻ്റെ ഈ ആപ്പിൾ ഗ്രീൻ കളറാണ് കേട്ടോ എടുത്ത്. ഷെഫ് മാസ്റ്ററിൻ്റെ ലീഫി ഗ്രീൻ എടുത്താലും മതി. അത് ഞാനൊരു 1 തുള്ളി 2 തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്ലെയിം ലോ ടു മീഡിയം ആ റേഞ്ചിൽ വെച്ച് വീണ്ടും ഇത് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മളിതൊരു 7 മിനിറ്റും കൂടെ വെക്കുകയാണ് സ്റ്റൗ ടോപ്പിൽ. ഇപ്പം ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ചൂട് കാരണമാണ് ഇങ്ങനെ നല്ല പതഞ്ഞ് പൊങ്ങി വരും. ഇത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഉരയ്ക്കുമ്പോൾ ഒരു വഴി തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് പാകം ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് കട്ടിയാവും. ഒത്തിരി കട്ടിയാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വഴി തെളിഞ്ഞ് വരുന്ന കാണുമ്പോൾ സ്പൂൺ വെച്ച് അതിൻ്റെ മേലെ ഒന്ന് വരയ്ക്കുമ്പോൾ ആ വഴി കാണുമ്പോൾ തന്നെ നമ്മളിത് മാറ്റുന്നത് അതുകൊണ്ടാണ്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾക്ക് പ്രിസർവേറ്റീവായിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ വിനിഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം എങ്ങനെ പോയാലും ഒരു 10 ദിവസമൊക്കെ ഇരുന്നോളും ഈ ഒരു കിവി ക്രഷ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൊയ്റ്റോ ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം, ഫലൂദ ഉണ്ടാക്കാം. ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൂൾ ഐസി ഫുഡ്സ് എക്സ്പെരിമെൻറ്റിംഗ് ആണ്. പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ കിവി സോർബയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അത്ര തന്നെയുള്ളൂ കിവി ക്രഷിൻ്റെ ഈ ഒരു റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് മേടിക്കുന്ന കിവി ക്രഷിനെ കാട്ടിയും എന്ത് ടേസ്റ്റ് ഡിഫറൻസ് ആണ്, എന്തോരം ടേസ്റ്റ് കൂടുതൽ ഇതിനുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.